ഒരു പ്രീമിയം ഫീലാണ് നമുക്ക് ഈ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല ബൂസ്റ്റ് കിട്ടുന്നുണ്ട് നമ്മുടെ കാറിന്. ഫുൾ ഓപ്ഷൻ കാറാണ് നമ്മുടെ. ഇതിൻ്റെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടപ്പെട്ടൊരു കാറാണ്. ZDI ABS ആണ് ഇത്, റിഡ്സിൻ്റെ. നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു കാറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഡാഷ്ബോർഡ് വരുന്ന ആ ഒരു കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണിത്. ZDI ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻസ് കാര്യങ്ങൾ, അതുപോലെ ഡുവൽ എയർ ബാഗ്സ്, മാത്രമല്ല നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിങ്ങിൽ വരുന്ന നമ്മുടെ കൺട്രോൾസ് ഒക്കെയാണ്. നമ്മുടെ പ്രശ്നം അതല്ല, നമ്മുടെ പ്രശ്നം ഇതാണ്. നമ്മുടെ ക്ലച്ചിനൊരു പ്രോബ്ലം ഉണ്ട് നമ്മുടെ കാറിന്. ഈ ഒരു കാർ ടോ ചെയ്ത് വന്നതാണ് നമ്മുടെ ഗ്യാരേജിൽ. കാർ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല. കാർ സ്റ്റാർട്ട് ആവും, പക്ഷെ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടാനോ കാർ ഫ്രണ്ടിലേക്ക് എടുക്കാനോ ഒന്നും തന്നെ പറ്റുന്നില്ല. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് കാണുന്നതെന്ന്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് നമ്മുടെ റിസർവോയറിലേക്കാണ്. റിസർവോയർ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഇത് ഫ്ലൂയിഡിലാണ് വർക്ക് ചെയ്യുന്നത്, ക്യാബിൾ അല്ല നമ്മുടെ ക്ലച്ച്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫ്ലൂയിഡ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. നമുക്ക് എല്ലാ ഭാഗവും നോക്കണം. നമ്മുടെ കാലിപ്പേഴ്സ് എല്ലാം നോക്കണം. കാലിപ്പേഴ്സ്, അതുപോലെ റിയർ ബ്രേക്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ സെൻറ്റർ വരുന്ന ഭാഗമാണ്, ബെൽ ഹൗസിങ്ങിൻ്റെ ഭാഗമാണ്. നമുക്ക് അവിടെ നനവ് കാണാൻ പറ്റും. കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണിത്. കാരണം ക്ലച്ച് ഫസ്റ്റ് ഒന്ന് ഹാർഡായി വരും. നമ്മുടെ ഈ റിഡ്സ്, സ്വിഫ്റ്റ് ഇതുപോലെയുള്ള ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഡീസൽ വണ്ടികൾക്കൊക്കെ ക്ലച്ച് ഒന്ന് ഹാർഡായി വന്നു കഴിഞ്ഞാൽ ഉടനെ ക്ലച്ച് മാറുന്നതാണ് ബെറ്റർ. കാരണം അതൊരു ബ്രേക്ക് ഡൗണിലേക്ക് പോകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. നമ്മൾ ഗിയർ ബോക്സ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മൾ ഗിയർ ഓയിലൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഗിയർ ഓയിലൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. ഒരുപാട് പാർട്സുകൾ നമുക്ക് റിമൂവ് ചെയ്യാനുണ്ട്. മാത്രമല്ല ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് പ്രോപ്പറായി തന്നെ റിട്ടേൺ നമുക്ക് ഫിക്സ് ചെയ്യണം. അതായത് ഇത് ഫാക്ടറി മെയ്ഡായിട്ട് എങ്ങനെയാണോ വന്നത് അതുപോലെയുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ കാറിനെ ഫിക്സ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ബാറ്ററി, അതുപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. ബാറ്ററിയുടെ ടെർമിനൽ അയച്ച ശേഷം റിമൂവ് ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം ബാക്കിയുള്ള സെൻസേഴ്സ് കാര്യങ്ങൾക്കൊക്കെ കോഡ് സെറ്റ് ആവാതിരിക്കാൻ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ബാറ്ററി ഇതിൻ്റെ റിമൂവ് ചെയ്തു. ഈ ബാറ്ററി വലിയ കുഴപ്പമില്ല കണ്ടിട്ട്. കുറച്ച് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മേലെ, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം, നോ പ്രോബ്ലം. നമുക്കിനി ബാറ്ററിയുടെ ട്രേ നമുക്ക് അഴിച്ചെടുക്കണം. WD-40 അഴിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഗ്ലോ പ്ലഗ് മൊഡ്യൂളാണ്. അതായത് നമ്മുടെ കാറിൻ്റെ ഗ്ലോ പ്ലഗിൻ്റെയാണ്. ഇത് ഇവിടുന്ന് അഴിഞ്ഞ് വീണ് കിടക്കുമായിരുന്നു. നമുക്ക് ഇത് റിട്ടേൺ ഫിക്സ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യണം. ഇവിടെയാണ് ആ ലോക്ക് വരുന്നത്. ഓക്കെ, നമുക്കത് റിട്ടേൺ ഫിക്സ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ അത് വീണ്ടും ഒരു ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ഒരു ബൂസ്റ്റ് പ്രശ്നമോ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കാണുന്നത് നിങ്ങൾ ABS സെൻസറാണ്. ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഇതിന് ABS കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ABS സെൻസർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറ് ഇതിൻ്റെ ഓണർക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് അങ്ങോട്ട് പോകരുത്. കാരണം ഈ സെൻസർ കാര്യങ്ങൾക്ക് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല കോസ്റ്റ്ലി ആയിരിക്കും. ഈ ഒരു ലോവർ ആമിൻ്റെ അകത്ത് നിന്ന് എനിക്കൊരു കല്ല് കിട്ടിയിട്ടോ. ഓക്കെ, നമ്മുടെ റോഡിൻ്റെ ഒക്കെ അവസ്ഥ കുറച്ച് മോശമാണ്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കല്ലുകളൊക്കെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഈ കല്ല് ഇവിടെ എങ്ങനെ കയറി എന്നുള്ളത് ഭയങ്കര ഒരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കല്ല് ഇവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇത് പ്രശ്നമാണ്. കാരണം നമ്മുടെ ബാലൻസ് റോഡൊക്കെ ചിലപ്പോൾ ബെൻഡായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും റോഡ് കുറച്ചുകൂടെ ബെറ്റർ ആയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി കോമ്പണൻസ് എല്ലാം തന്നെ നമുക്ക് ചെക്ക് ചെയ്യണം. അതായത് ഇതിൻ്റെ ലിങ്ക് റോഡ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ടയർ റോഡ് എൻഡ്, A to Z കാര്യങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. സെൻസർ നമ്മൾ സേഫായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കാലിപ്പറിൻ്റെ അസംബ്ലി നമുക്ക് അഴിച്ചെടുക്കേണ്ടതുണ്ട്. കാലിപ്പറിൻ്റെ മൗണ്ട് അഴിക്കേണ്ട, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ആ ഒരു ഷീൽഡ് നമുക്ക് അഴിച്ചെടുക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കാലിപ്പറിൻ്റെ അസംബ്ലി റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത ശേഷം നമുക്കിത് പ്രോപ്പറായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഞാൻ ഫിക്സ് ചെയ്യുന്നത് പറഞ്ഞാൽ കേബിൾ ടൈ ഉപയോഗിച്ചിട്ടാണ്. അത് അവിടെ കേബിൾ ടൈ ഇട്ട് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടെൻഷൻ ഇല്ല. അതായത് ചെറിയ ഒരു ജെർക്കോ കാര്യങ്ങളൊക്കെ വന്നാലും അത് താഴേക്ക് വീഴില്ല. താഴേക്ക് വീണ് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പൈപ്പ് ക്രാക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പൈപ്പ് ക്രാക്ക് ആയാൽ പിന്നെ നമ്മൾ ആ ഒരു എക്സ്പെൻസ് കൂടെ കാണേണ്ടി വരും. ഇപ്പോൾ കാണാൻ പറ്റും, ഞാൻ ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് ആണ്, നല്ല ടൈറ്റ് ഉണ്ട്. റീസെൻ്റ്ലി ഇതിൻ്റെ സ്റ്റിയറിംഗ് ഓവറോൾ നടന്ന ഒരു കാറാണിത്. സ്റ്റിയറിങ്ങിൻ്റെ കുറച്ച് പാർട്സൊക്കെ മാറിയതാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടയറോഡ് എൻഡിനൊക്കെ നല്ല ടൈറ്റ് ഉണ്ട്. ഒരുപാട് ഓടിയിട്ടേ ഇല്ല, നല്ല പ്രോപ്പറായിട്ടുള്ള ടയറോഡ് എൻഡ് തന്നെയാണുള്ളത്. നമുക്കതിൻ്റെ നെറ്റ് അതിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. കാരണം നമ്മൾ റിട്ടേൺ ഇതെല്ലാം ഫിറ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ അവിടെ ഇവിടെയും നെറ്റുകളൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. താഴെ നമ്മൾ കാണുന്നത് ഇപ്പോൾ ലോവർ ആമിൻ്റെ ജോയിൻ്റ് ആണ്. ലോവർ ആമിൻ്റെ ജോയിൻ്റ് ഒക്കെ നല്ല ടൈറ്റ് ഉണ്ട്. പുതിയ ലോവർ ആം പോലെ തന്നെയുണ്ട്.
പുതിയ ലോവറാം പോലെ തന്നെ ഇല്ല, കുറച്ചൊരു കൂടിയ ലോവറാം പോലെ തന്നെയുണ്ട്. അപ്പം ആ ഒരു പാർട്ടുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷീൽഡ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. നമ്മൾ റിമൂവ് ചെയ്യുന്നത് പ്രോപ്പർ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ക്ലിപ്പ് റിമൂവറാണ്. ഇപ്പം ഞാനിപ്പം ആ ക്ലിപ്പ് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തെടുത്തു, കാരണം ആ ക്ലിപ്പിന് യാതൊരുവിധ ഡാമേജും വന്നിട്ടില്ല. ഇതുപോലെയുള്ള പ്രോപ്പർ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന നഷ്ടങ്ങൾ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അപ്പം നമ്മൾ ഷീൽഡ് നമ്മൾ റിമൂവ് ചെയ്തെടുത്തു. നമുക്കിനിയും ഒരുപാട് കോമ്പണൻസ് അയച്ചെടുക്കാനുണ്ട്. നമ്മളിനി ഡയറക്റ്റ് പോകുന്നത് താഴ്ഭാഗത്തുള്ള കാര്യങ്ങളിലേക്കാണ്. നമുക്കിനി സൈലൻസർ എല്ലാം നമുക്ക് അയച്ചെടുക്കണം. നമ്മൾ WD-40 അടിച്ച ശേഷമാണ് ഇത് അഴിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻസറിൻ്റെ ബോൾട്ടുകളൊക്കെ ഓൾറെഡി ഒരു റെസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ ഒരു WD-40 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് അയച്ചെടുക്കാൻ പറ്റും. മാത്രമല്ല ഡാമേജ് കുറയ്ക്കാം, ആ ഒരു ബോൾട്ട് ഡാമേജ് ആവില്ല. നമ്മളിപ്പം ആക്സിലൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചു. താഴ്ഭാഗത്ത് സൈലൻസർ കാര്യങ്ങളെല്ലാം നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗിയർ ലിവർ കൺട്രോളേഴ്സ് ആണ്. ഗിയർ ലിവർ കൺട്രോളേഴ്സ് നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് പയ്യെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ഹാർഡായിട്ട് പുഷ് ചെയ്യരുത്, പയ്യെ റിമൂവ് ചെയ്തെടുക്കാം. അതൊരു റബ്ബറിൻ്റെ ബുഷാണ്. മാത്രമല്ല ഇത് ഒരുപാട് കംപ്ലൈൻറ്റ് വരുന്ന ബുഷുമാണ്. ഒരുപാട് കാറുകൾ ബ്രേക്ക് ഡൗൺ ആവാറുണ്ട്. അടുത്തായിട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുക്കാൻ നമ്മുടെ ക്ലച്ചിൻ്റെ ഹൈഡ്രോളിക് കേബിളാണ്. ഈ ഒരു ഹൈഡ്രോളിക് കേബിൾ നമ്മൾ സൈഡിലേക്ക് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഹൈഡ്രോളിക് കേബിളും അതുപോലെ തന്നെ ഇതിലൂടെ പോകുന്ന ഒരു ഇലക്ട്രിക്കൽ ലൈന് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ അയച്ചെടുക്കുന്നത് നമ്മുടെ ബെൽ ഹൗസിങ്ങിൻ്റെ ടോപ്പിൽ വരുന്ന ബോൾട്ടാണ്. ഈ 2 ബോൾട്ടുകൾ ബെൽ ഹൗസിങ്ങിൻ്റെ ടോപ്പിൽ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ യൂണിവേഴ്സൽ ജോയിൻ്റ് ഒക്കെ ഉപയോഗിച്ച് അയച്ചെടുക്കുകയാണെങ്കിൽ ബെറ്റർ ആണ്. അല്ലാതെ നമ്മൾ അയച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് പാടായിരിക്കും. ഈ ഒരു കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടൂൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ടൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളിനി ഗിയർ ബോക്സിൻ്റെ താഴെ വരുന്ന ബോൾട്ടുകളെല്ലാം നമ്മൾ അയച്ചെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട്. ഈ ഒരു റിമൂവിങ് കഴിയുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കൺഫേം ചെയ്യാൻ പറ്റും നമ്മുടെ പ്രോബ്ലം എന്താണെന്നുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ബോൾട്ടുകളും നമ്മൾ റിമൂവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ റിയർ മൗണ്ടിങ്ങിൻ്റെ ബോൾട്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ കാറിൻ്റെ ലെഫ്റ്റ് സൈഡ് എൻജിൻ മൗണ്ടാണ്, ഗിയർ ബോക്സ് മൗണ്ടിൻ്റെ ബോൾട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം ഇനി നമ്മുടെ ഗിയർ ബോക്സിനെ നമ്മൾ ജാക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ എൻജിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ടാഗ് ചെയ്ത് വെക്കാം, നമ്മുടെ വയറുകൾ കാര്യങ്ങളെല്ലാം. കാരണം നമ്മൾ ഗിയർ ബോക്സ് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഈ വയറുകൾക്കും അതുപോലെ കേബിൾസിനും ഒന്നും ഡാമേജ് വരരുത്. കാരണം ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതും കൂടെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഈ ഒരു എൻജിൻ നമ്മൾ ഇനി ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ജസ്റ്റ് ഒരു ജാക്കിലാണ് നമ്മൾ എൻജിൻ ലോഡ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു എൻജിൻ ലോഡ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഇനി ഗിയർ ബോക്സിലുള്ള നമ്മുടെ ഒരു ജാക്ക് നമുക്ക് റിലീസ് ചെയ്യാം. റിലീസ് ചെയ്ത ശേഷം നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഗിയർ ബോക്സിനെ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പം മെയിൻ ആയിട്ടുള്ള ആ ഒരു 2 ബോൾട്ടുകൾ ബാലൻസ് ഉണ്ടായിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞു. ആ 2 ബോൾട്ടുകളാണ് നമ്മളിപ്പോൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ബോൾട്ട് ഞാൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ചയാണിത്. നമ്മുടെ ഫ്ലൂയിഡ് താഴേക്ക് വരുന്നുണ്ട്. അതായത് നമ്മുടെ ബെൽ ഹൗസിങ്ങിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ്. നമ്മുടെ അകത്ത് വരുന്ന സിലിണ്ടർ ലീക്ക് ആയതാണ് ഇതിൻ്റെ റീസൺ. നമുക്ക് കാണാൻ പറ്റും, ഇതാണ് ആ സിലിണ്ടർ. നമുക്ക് അകത്ത് വരുന്ന സിലിണ്ടറാണിത്. ഗിയർ ബോക്സിൻ്റെ ബെൽ ഹൗസിങ്ങിൻ്റെ ഉൾഭാഗം എല്ലാം ഫുൾ ബ്ലാക്ക് ആയിരിക്കുകയാണ്. കാരണം ആ ഒരു ഓയിൽ എല്ലാ ഭാഗങ്ങളിലേക്കും തന്നെ പോയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഗിയർ ബോക്സ് നമ്മുടെ കാറിലേക്ക് എൻജിനിലേക്ക് ഫിക്സ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇത് പിറകോട്ട് പ്രസ്സായി നിൽക്കും. പിന്നെ നമ്മൾ എപ്പോഴാണോ പ്രഷർ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ പ്രഷർ പ്ലേറ്റിനെ ഇത് പുഷ് ചെയ്യാണ് ചെയ്യുക. നമ്മുടെ പ്രഷർ പ്ലേറ്റ് ഒരുപാട് ഹാർഡായി കഴിയുന്ന സമയത്ത് ഇതിന് പുഷ് ചെയ്യാനുള്ള ആ ഒരു പവർ കുറയും. അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന സീൽ ലീക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ലീക്ക് ആ ഒരു മിനിമം ഒരു പ്രഷറിൻ്റെ അപ്പുറത്തേക്ക് അത് താങ്ങില്ല എന്നുള്ള കൺഫേം ആണ്. നമ്മൾ ഒരിക്കലും തന്നെ ഈ ഒരു പാർട്ട്, അതായത് ഈ ഒരു റിലീസ് ബെയറിംഗ് മാത്രം മാറ്റിയിട്ട് ഒരിക്കലും ഈ കാറ് വിടരുത്. കാരണം വിട്ട് കഴിഞ്ഞാൽ കുറഞ്ഞ കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വീണ്ടും ലീക്കായിട്ട് നമുക്ക് കിട്ടും ഈ കാറ്. അപ്പോൾ നമുക്ക് ഈ ഒരു റിലീസ് ബെയറിംഗ് നമുക്ക് ആദ്യം അഴിച്ചെടുക്കാം. അഴിച്ചെടുത്ത ശേഷം നമ്മുടെ ഇൻപുട്ട് ഷാഫ്റ്റിൻ്റെ സീല് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇൻപുട്ട് ഷാഫ്റ്റിൻ്റെ സീലിന് കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് കാണാൻ പറ്റും, ഇത്രയും ലീക്കുകൾ സംഭവിച്ചിട്ടും ഇൻപുട്ട് ഷാഫ്റ്റിൻ്റെ അകത്തേക്ക് ഒരു തുള്ളി ഫ്ലൂയിഡ് പോലും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ക്ലച്ച് നമുക്കൊന്ന് നോക്കാം. ക്ലച്ച് നമുക്ക് അഴിച്ചെടുത്ത ശേഷം ഒന്ന് ചെക്ക് ചെയ്യാം.
ക്ലച്ചിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കത് അറിയാൻ പറ്റും. അത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ പ്രഷർ പ്ലേറ്റ് പല്ലെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. പ്രഷർ പ്ലേറ്റ് പുറത്തേക്ക് എടുത്ത് നമുക്ക് അകത്തുള്ള കാഴ്ച എന്താണെന്ന് കാണാം. നമ്മൾ ഒരുപാട് ആളുകൾ ക്ലച്ചുകൾ റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സുകൾ എന്താണെന്ന് കാണാറില്ല. അത് കാണിക്കണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഫ്ലൈ വീലാണ് കാണുന്നത്. നമ്മുടെ മെയിൻ ഭാഗമാണ് ഇത്, നമ്മുടെ ഫ്ലൈ വീൽ. ഓക്കെ, ഇത് നമ്മുടെ ഡിസ്ക്കാണ്. ഡിസ്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആണ്. അതായത് ഒരു കുറഞ്ഞ ഭാഗം മാത്രമേ ഇനിയുള്ളൂ. ഓൾമോസ്റ്റ് ഡിസ്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഓണർ പറഞ്ഞത് ഇതിൻ്റെ ക്ലച്ച് ഇതുവരെ റീപ്ലേസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് റീപ്ലേസ് ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഏകദേശം ഓൾമോസ്റ്റ് ക്ലച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രഷർ പ്ലേറ്റ് കാണാം. പ്രഷർ പ്ലേറ്റിൻ്റെ പുറത്തെല്ലാം ഫുള്ളി ഓയിലാണ്. ഈ ഒരു പ്രഷർ പ്ലേറ്റോ ക്ലച്ചോ നമ്മളിനി ഒരിക്കലും യൂസ് ചെയ്യില്ല. കാരണം നമ്മളത് ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ ഒരു സിലിണ്ടർ അഗെയിൻ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫുൾ പാർട്ടായിട്ട് തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെ പാർട്ടുകൾ മാറണം എന്ന് നോക്കാം. നമുക്ക് വാലിയോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ക്ലച്ചാണ് നമ്മുടെ കാറിൻ്റെ അകത്തുള്ളത്. നമ്മുടെ മാരുതി വാലിയോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ക്ലച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം കാണുന്നത് ക്രാങ്ക് സെൻസറാണ്. നമ്മളെപ്പോഴും കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് ക്രാങ്ക് സെൻസർ എന്ന് പറയുന്നത്. നമ്മുടെ സ്വിഫ്റ്റ് ഡീസൽ, റിഡ്സ് ഡീസൽ, അതുപോലെയുള്ള എർട്ടിഗ, ഇതുപോലെയുള്ള ഡീസൽ വണ്ടികളുടെയൊക്കെ ക്രാങ്ക് സെൻസറിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇവിടെ ആയിരിക്കും. നമ്മുടെ ഫ്ലൈ വീലിൻ്റെ താഴെ, ടർബോയുടെ താഴെയായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരിക. ജസ്റ്റ് നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. അതുപോലെ നമ്മളിത് അഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ EGR, അതുപോലെ ബാക്കി വരുന്ന കൂളൻ്റ് ലൈൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കണം. കാരണം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ അത് റീപ്ലേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബെറ്ററാണ്. ഇപ്പോൾ കാണാൻ പറ്റും ഈ ഒരു പാർട്സാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഈ ഒരു 3 പാർട്ടാണ്. അതായത് നമ്മുടെ ക്ലച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്. വാലിയോ ആണ് നമ്മുടെ ക്ലച്ച്. നമ്മുടെ കമ്പനി ഇട്ട് വന്നത് വാലിയോ എന്ന് പറയുന്ന ബ്രാൻഡാണ്. നമ്മൾ സെയിം ബ്രാൻഡ് തന്നെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് വാലിയോയുടെ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. നല്ലൊരു പാക്കിങ്ങിലാണ് ഇത് വരുന്നത്. മാത്രമല്ല ഈ ഒരു പാക്കിങ് വളരെ അട്രാക്റ്റീവാണ്. പുതിയ ക്ലച്ചാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ പുതിയ പ്രഷർ പ്ലേറ്റുമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇനി ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ റിലീസ് ബെയറിംഗ് ആണ്. നമ്മുടെ ലീക്കായി പോയ റിലീസ് ബെയറിംഗ് ആണ്. റിലീസ് ബെയറിംഗ് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് വരുന്ന ടെക്സ്പിന്നിൻ്റെ റിലീസ് ബെയറിംഗ് ആണ് നമ്മൾ മേടിച്ചത്. നല്ല ക്വാളിറ്റി ഉള്ള റിലീസ് ബെയറിംഗ് ആണ്. നമ്മൾ ഒരുപാട് വണ്ടികളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു പേപ്പറൊക്കെ വരുന്നുണ്ട്. അതിൽ ഫുള്ള് ഹിന്ദിയാണ് എഴുതിയിട്ടുള്ളത്. നോ പ്രോബ്ലം, അത് വായിക്കാൻ സമയമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് റിട്ടേൺ നമുക്ക് ഫിക്സ് ചെയ്യണം നമ്മുടെ ഗിയർ ബോക്സിലേക്ക്. സെയിം റിലീസ് ബെയറിംഗ് ആണ്, യാതൊരുവിധ ചേഞ്ചസും ഇല്ല. അപ്പോൾ നമ്മൾ ബെൽ ഹൗസിങ്ങിൻ്റെ ഉൾഭാഗം എല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാരണം മോയ്സ്ചർ കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് നമ്മളിതൊരു കാറിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ഫിക്സ് ചെയ്യുന്ന ശേഷം നമ്മൾ ഇതിൻ്റെ ഓരോ പാർട്ടുകളും നമ്മൾ എങ്ങനെയാണോ റിമൂവ് ചെയ്തെടുത്തത് സെയിം രീതിയിൽ നമ്മളെല്ലാ പാർട്ടുകളും റിട്ടേൺ നമ്മൾ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്ത ശേഷം ബോൾട്ടുകളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനുള്ളത് ഡയറക്റ്റ് നമ്മുടെ ക്ലച്ചിലേക്കാണ്. നമുക്ക് നമ്മുടെ ഫ്ലൈ വീലിൽ കൂടുതൽ വർക്കുകളൊന്നും ചെയ്യാനില്ല. ഫ്ലൈ വീൽ ഓക്കെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രഷർ പ്ലേറ്റ് ആണ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു രീതിയിലുള്ളൊരു ഓയിൽ മയം ഇതിലുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് ഇത് സെയിലാവുന്ന കാറിൽ ഫിക്സ് ചെയ്യുന്ന സമയം വരെ ഇതിൽ റെസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ കാറിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളത് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലച്ച് സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പെട്രോൾ ഉപയോഗിച്ചിട്ടാണ് അത് റിമൂവ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇത് ഫ്ലൈ വീലിലേക്ക് ഫിക്സ് ചെയ്യണം. നമ്മൾ ഫ്ലൈ വീൽ ഇപ്പം പ്രോപ്പറായിട്ട് ഫുൾ ക്ലീൻ ചെയ്തു. ഫ്ലൈ വീലിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, പ്രോപ്പറാണ്. കാരണം ഈ കാറ് യൂസ് ചെയ്തിരുന്നവർ റഫായിട്ട് ഈ കാറ് ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നത് പക്കയാണ്. കാരണം ഈ ഒരു ഫ്ലൈ വീലെല്ലാം പ്യുവർ ഫിനിഷിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ക്ലച്ച് അതിലേക്ക് ഫിക്സ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു സ്റ്റാർ ടൈപ്പിലാണ് നമ്മളിത് ടൈറ്റ് ചെയ്ത് പോവുക. ഇതിപ്പോൾ ലാസ്റ്റ് ടൈറ്റാണ് നിങ്ങൾ കാണുന്നത്. ലാസ്റ്റ് ടൈറ്റ് നമ്മൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ബീഡിങ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലൈനിലെല്ലാം എയർ കയറിയിട്ടുണ്ടാവും. നമുക്ക് ആ എയറിനെയൊക്കെ പുറത്തേക്ക് കളയണം. എന്നാൽ മാത്രമേ ഉള്ളൂ ക്ലച്ച് പെർഫെക്റ്റ് ആവുള്ളൂ. അങ്ങനെ നമ്മുടെ കാർ ഇപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ഫ്ലോറിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്കിനി ഈ കാറൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം. നമ്മൾ ഈ കാറ് നമ്മളെ ഗ്യാരേജിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറാണ് കേട്ടോ. ഓക്കെ, നമ്മൾ കുറച്ച് മുന്നേ ഇതിൻ്റെ ഓയിൽ നമ്മുടെ ഗ്യാരേജിൽ നിന്ന് ചേഞ്ച് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ ക്ലച്ചിനൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നോ പ്രോബ്ലം. നമുക്ക് ഈ കാർ ഒരിക്കലും തന്നെ ഒരു ബുദ്ധിമുട്ട് തന്നിട്ടില്ല. ഇതിൻ്റെ ഓണറുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇത് സംഭവിച്ചത്. നമ്മൾക്ക് അധികം ടോയിങ് ചാർജ് കാര്യങ്ങൾ അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, നമുക്കിനി ഈ കാർ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം. നമ്മുടെ വർക്കിൻ്റെ റിസൾട്ട് നമുക്ക് എന്താണെന്ന് അറിയണം. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടു.
നമുക്ക് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ ഒരു റിഡ്സ് ZDIയുടെ ഗിയർ ബോക്സ് ഫസ്റ്റ് ടൈം ആണ് റിമൂവ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഇതിൻ്റെ ഗിയർ ബോക്സ് റിമൂവ് ചെയ്തിട്ടില്ല. മാത്രമല്ല നമ്മൾ എങ്ങനെയാണോ ഇതിൻ്റെ പാർട്സുകൾ നമ്മൾ അഴിച്ചെടുത്തത് ആ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മളിത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാ കോമ്പണൻസും, അതായത് ഇതിൻ്റെ വയറിങ്സ്, അതുപോലെയുള്ള ഫിറ്റിങ്സ്, എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒരു പുതിയ കാർ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണോ ഫീൽ ചെയ്യുക സെയിം രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. മാക്സിമം നമുക്ക് കഴിയുന്ന രീതി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും തന്നെ ബ്രേക്ക് ആയിട്ടില്ല. അപ്പം നമുക്ക് ഹാപ്പിയാണ് നമ്മൾ ഈ ഒരു വർക്കിൽ. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള വീഡിയോസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളെല്ലാം കൂടി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ടോപ്പ് സൈഡിലായിട്ട് നമ്മുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഏരിയയിൽ, നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ഈ കോഴിക്കോട് ഏരിയയിലുള്ളവർക്കൊക്കെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ക്ലച്ചിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി, നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്തു. ഇപ്പോൾ കാർ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഒരുപാട് ആളുകൾ റീപ്ലേസ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. പക്ഷേ അത് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വരുന്ന കോമ്പണൻസ്, പാർട്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.